ഹലോ ടീച്ചേഴ്സ്, കേട്ടറ്റ് നാച്ചുറൽ സയൻസ് എക്സാമിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിലബസിലെ മോർഫോളജി ഓഫ് ആൻജിയോസ്പോം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിന് അടിസ്ഥാനമായിട്ട് കറണ്ട് ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള 30 MCQ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടൻറ്റ് പഠിക്കുന്നതിനൊപ്പം തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസുമായിട്ട് ഫെമിലിയർ ആവുക എന്നത് ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാംസ് ഈസി ആയിട്ട് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ ആവശ്യമാണ്. നിങ്ങൾ ഈവൻ കണ്ടൻറ്റ് മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഏതൊക്കെ പാർട്ടിൽ നിന്ന് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് എന്ന് ഇതുവഴി മനസ്സിലാക്കാൻ സാധിക്കും. ഇതുവഴി നിങ്ങൾ പഠിക്കുന്ന സമയത്തും ആ ഏരിയാസ് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു പേപ്പറും പെന്നും എടുത്തു വെക്കുക. അത് ഞാൻ ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും ആദ്യം പറയും, അതനുസരിച്ചിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് മാർക്ക് ചെയ്ത് വെക്കുക. ശേഷം നമുക്ക് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഫാക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതും വളരെ യൂസ്ഫുള്ളാണ്. അങ്ങനെ നമുക്ക് നിങ്ങളുടെ സ്കോറും കണ്ടെത്താം. ഏതൊക്കെ ഏരിയാസാണ് ഇനിയും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്നും ഈ ഒരു മോക്ക് ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദ മെയിൻ ഫങ്ഷൻ ഓഫ് റൂട്ട് സിസ്റ്റം ഇൻ ആൻജിയോസ്പോം ഈസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായി വായിച്ച് മനസ്സിലാക്കി ഏതാണ് ഓപ്ഷൻ എന്ന് സെലക്ട് ചെയ്യുക. മെയിൻ ഫങ്ഷൻ ഓഫ് റൂട്ട് സിസ്റ്റം ഇൻ ആൻജിയോസ്പോം ഈസ്. സ്പീഡ് നിങ്ങൾക്ക് ഇതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യോ പോസ് ചെയ്തോ ആൻസേഴ്സ് കണ്ടെത്താം. Okay, next question. Statement 1. Taproot system developed from radicle. Statement 2. Fibrous root system developed from the stem node. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻസ് ഇതൊക്കെയാണ് വരുന്നത്. ഒന്നാമത്തേത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ബി ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ്. സി 1 കറക്റ്റ് 2 ഇൻകറക്റ്റ്. ഡി 1 ഇൻകറക്റ്റ് 2 കറക്റ്റ്. ഓക്കെ, next question. Question number 3. Which of the following is a modification of taproot for storage? Option A. Pneumatophore. B. Napiform root. C. Prop root. D. Climbing root. Then fourth question. Match the following ആണ്. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂട്ട് മോഡിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ന്യൂമാറ്റോഫോർ, പ്രോപ്പ് റൂട്ട്, സ്റ്റീൽ റൂട്ട്, ബട്രസ് റൂട്ട്. ഓപ്ഷൻസ് നെക്സ്റ്റ് പേജിലായിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് മാംഗ്രൂവ്, ബനിയൻ, മെയ്സ്, ബോംബാക്സ്. ദെൻ സെക്കൻഡ് ഓപ്ഷൻ മെയ്സ്, ബനിയൻ, മാംഗ്രൂവ്, ബോംബാക്സ്. ബനിയൻ, മാംഗ്രൂവ് നിങ്ങൾ ആദ്യം റൂട്ടിൻ്റെ പേര് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓർഡർ അറിയാമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Adventitious root arising from aerial branches and penetrating to ground to support plant are called. അതായത് ഏരിയൽ ബ്രാഞ്ചസിൽ നിന്നും അറേസ് ചെയ്തിട്ട് പെനിട്രേറ്റിംഗ് ദ ഗ്രൗണ്ട് ടു സപ്പോർട്ട് ദ പ്ലാന്റ് ആർ കോൾഡ്. ആ ടൈപ്പ് റൂട്ടിനെ വിളിക്കുന്നത് എന്താണെന്നാണ് ഓപ്ഷൻസ്. സ്റ്റീൽ റൂട്ട്, പ്രോപ്പ് റൂട്ട്, ന്യൂമാറ്റോഫോർ, ക്ലൈംബിംഗ് റൂട്ട്. ഓക്കെ, അപ്പോൾ റൂട്ട് മോഡിഫിക്കേഷൻസ് അതിൻ്റെ ഫംഗ്ഷൻ കൃത്യമായി മനസ്സിലാക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഷൂട്ട് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഓൺലി സ്റ്റെം, സ്റ്റെം ലീവ്സ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്, റൂട്ട്സ് ആൻഡ് സ്റ്റെം, ഡി സ്റ്റെം ആൻഡ് റൂട്ട്സ് ഓൺലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെൻറ്റ് 1. ദ സ്റ്റെം കണ്ടക്ട് വാട്ടർ, മിനറൽസ് ആൻഡ് ഫുഡ്. സ്റ്റേറ്റ്മെൻറ്റ് 2. സം സ്റ്റെംസ് സ്റ്റോർ ഫുഡ് ആൻഡ് വാട്ടർ. Okay. Options. Both statements are correct. Both statements are incorrect. C 1 correct, 2 incorrect. D 1 incorrect, 2 correct. Next question. Which of the following is an underground modification of stem for pollination? Option A. Rhizome. B. Phylloclade. C. Bulb. D. Runner.
നിങ്ങൾ ആൻസർ മനസ്സിലാക്കുന്നതിനൊപ്പം തന്നെ ബാക്കി വരുന്ന ഓപ്ഷൻസും കൂടെ കൃത്യമായി എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ആൻസേഴ്സിൻ്റെ ഡിസ്കഷനിൽ ഇത് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് ആസ് എ റിവിഷൻ ഫോർമാറ്റ്. Next question. The leaf arrangement where a single leaf arrays at each node is. The leaf arrangement where single leaf arrays at each node is. Option A opposite, B alternate, C whorled, D rosette. 10th question. Match the following ആണ്. ഇതിൽ ടെൻട്രിൽസ്, സ്പൈൻസ്, പിച്ച്, ഫില്ലോഡ് ഇതെല്ലാം ലീഫ് മോഡിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കറക്റ്റ് മാച്ചിങ് ആയിട്ട് വരുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ടെൻട്രിൽസ്, സ്പൈൻ, പിച്ച്, ഫില്ലോഡ്. Next question. Statement 1. A complete flower has all 4 whorls. Statement 2. A unisexual flower lacks either androecium or gynoecium. Option both correct, B both incorrect, C 1 correct, 2 incorrect, D 1 incorrect, 2 correct. Okay. 12th question. In hypogynous flower, option A ovary is inferior, B ovary is superior, C ovary is half inferior, D ovary position is variable. ഹൈപ്പോഗൈനസ് ഫ്ലവറിൽ എങ്ങനെയായിരിക്കും ഓവറി എന്നാണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് ആസ്റ്റിവേഷൻ ഈസ് ഫൗണ്ട് ഇൻ കോട്ടൺ? ഓപ്ഷൻ എ വാൾവേറ്റ്, ബി ട്വിസ്റ്റഡ്, സി ഇംബ്രിക്കേറ്റ്, ഡി വാക്സിലറി. 14. Statement 1. Racemose inflorescence have an indefinite growth of main axis. Statement 2. Cymose inflorescence have definite growth of main axis. ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ ബോത്ത് കറക്റ്റ്, ബി ബോത്ത് ഇൻകറക്റ്റ്, സി 1 കറക്റ്റ്, 2 ഇൻകറക്റ്റ്, ഡി 1 ഇൻകറക്റ്റ്, 2 കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ്സ് ക്ലിയർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റെസിമോസ് ഇൻഫ്ലോറസൻസ്? ഇൻഫ്ലോറസൻസ് പല ടൈപ്പ് ഉണ്ട്. ഇതിൽ റെസിമോസ് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. സ്പൈക്ക്, അമ്പൽ, സൈൻ, ക്യാപിറ്റുലം. 16. A cyathium inflorescence is found in. Option A euphorbia, B sunflower, C maize, D calotropis. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ഒക്കെ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് കൃത്യമായിട്ട് പഠിക്കണം. Then 17. In sunflower, the inflorescence is. Option A raceme, B capitulum, C spikelet, D umbel. 18. The botanical term for the fruit of wheat is. Option A caryopsis, B drupe, C nut, D berry. 19. Statement 1. Drupe has a stony endocarp. Statement 2. Drupe is a dry fruit. Option A both correct, B both incorrect, C 1 correct, 2 incorrect, D 1 incorrect, 2 correct. 20. Which of the following is a multiple fruit? Option A mango, B jackfruit, C coconut, D apple. 21. Aggregate fruit develops from. Option A multiple flowers of an inflorescence, B a single flower with multicarpellary apocarpous ovary, Option C a single monocarpellary ovary, D inferior ovary only. 22. Statement 1. Seeds of monocots have one cotyledon. Statement 2. Seeds of dicot have two cotyledons.
Option A, both correct. B, both incorrect. C, 1 correct, 2 incorrect. D, 1 incorrect, 2 correct. 23. The scar on a seed god where the seed was attached to the ovary wall is called. The seed wall attached to the ovary wall is called. Option A, hilum. B, micropyle. C, chalasa. D, tegmen. 24. Which modification of root is mean for gases exchange? Option A, stilt root. B, pneumatophore. C, climbing root. D, nodulated root. 25. Statement 1. Bulb is a modification of stem. Statement 2. Bulb contain fleshy leaves. Option both correct. B, both incorrect. C, 1 correct, 2 incorrect. D, 1 incorrect, 2 correct. Okay. Next question, 26. Which is an example of phylloclade? Option A, Opentia. B, Bougainvillea. C, Calotropis. D, Dahlia. 27. When the margin of petal and sepal overlap but not in any particular direction, the aestivation is. Option A, imbricate. B, valvate. C, twisted. D, vexillary. 28. Statement 1. In Hypanthorium, the ovary is inferior. Statement 2. Ficus has Hypanthorium type inflorescence. Options both correct. B, both incorrect. C, 1 correct, 2 incorrect. D, 1 incorrect, 2 correct. 29. Which type of placentation is seen in sunflower? Option A, basal. B, axial. C, parietal. D, free central. 13. Which of the following pairs is correctly matched? Option A, maize, caryopsis. B, coconut, drupe. C, pea, legume. D, all of the above. Pea, legume, coconut, drupe, maize, caryopsis. ഇതിൽ ഏത് പേരാണ് കറക്റ്റായിട്ട് വരുന്നതെന്ന് മാച്ച് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. നിങ്ങളെല്ലാവരും ഓപ്ഷൻസൊക്കെ ആൻസേഴ്സൊക്കെ കണ്ടെത്തിയിട്ടുണ്ടാവും. നമുക്ക് ആൻസർ കീ എക്സ്പ്ലെയിൻ ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോറും കണ്ടെത്താം. സ്കോർ കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിൽ കമൻറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് മോക്ക് ടെസ്റ്റിന് കുറച്ചുകൂടെ നന്നായി പെർഫോം ചെയ്യുന്നതിന് ചെറിയൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടറായിട്ട് അത് ആക്ട് ചെയ്യുകയും ചെയ്യും. അപ്പം തന്നെ മറ്റുള്ളവർക്കും കൂടെ അതൊരു പ്രചോദനമാവും. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് അറിയുന്നത് കൂടുതൽ കണ്ടൻറ്റുകൾ, കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് എനിക്കും ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, മെയിൻ ഫങ്ഷൻ ഓഫ് റൂട്ട് സിസ്റ്റം ഇൻ ആൻജിയോസ്പേം ഈസ്. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. സപ്പോർട്ട്, അബ്സോർപ്ഷൻ ആൻഡ് സ്റ്റോറേജ് ആണ് ഇതിൽ ആൻസറായിട്ട് വരുന്നത്. റൂട്ട് ആങ്കേഴ്സ് ദ പ്ലാന്റ്, അബ്സോർബ് വാട്ടർ, മിനറൽസ് ആൻഡ് ഓഫ്റ്റൻ സ്റ്റോർ ഫുഡ്. ബാക്കി വരുന്നത് ലീഫ് ആൻഡ് സ്റ്റെം മോഡിഫിക്കേഷൻ ആൻഡ് പാർട്ട് ആൻഡ് ഫങ്ഷൻസ് ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 2 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ചിലർക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത് ഫൈബ്രസ് റൂട്ട് റാഡിക്കലിൽ നിന്നല്ലേ വരുന്നതെന്നാണ്. ലേറ്റർ ഈ സ്റ്റെം നോഡ് വെച്ചിട്ട് ഇത് റിപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. ടാപ്പ് റൂട്ട് അറൈസ് ഫ്രം റാഡിക്കൽ. ഫൈബ്രസ് റൂട്ട്, മോണോക്കോട്ടിൽ കാണുന്ന ഫൈബ്രസ് റൂട്ട് റിപ്ലേസ് ദ റാഡിക്കൽ വിത്ത് റൂട്ട് ഫ്രം നോഡ്സ്. ഓക്കെ, അത് ലേറ്റർ അതിൻ്റെ റാഡിക്കൽ റിപ്ലേസ് ചെയ്തിട്ട് സ്റ്റെം നോഡിൽ നിന്നാണ് ആ ഫൈബ്രസ് റൂട്ടുകൾ അറൈസ് ചെയ്ത് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. നാപ്പിഫോം റൂട്ടാണ്. മോഡിഫിക്കേഷൻ ഓഫ് ടാപ്പ് റൂട്ട് ഫോർ സ്റ്റോറേജ്. ഓപ്ഷൻ ബി നാപ്പിഫോം റൂട്ടാണ്.
നാപ്പിഫോം റൂട്ട്, ആസോളൻ, ടാപ്പ് റൂട്ട് ഫോർ സ്റ്റോറേജ്. നമ്മൾ ബീറ്റ്റൂട്ടിലൊക്കെ കാണുന്ന ടൈപ്പ് റൂട്ടിനെയാണ്. അതായത് ഒരു റൗണ്ട് സ്പെറിക്കൽ ഷേപ്പ് ആയിട്ടുള്ളൊരു ഇത്. ന്യൂമാറ്റോഫോഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? റെസ്പിറേഷന് വേണ്ടിയിട്ടാണ്. പ്രോപ്പ് റൂട്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. ക്ലാമ്പിംഗ് റൂട്ട് ഫോർ അറ്റാച്ച്മെൻറ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ന്യൂമാറ്റോഫോർ, മാംഗ്രൂവ്, അത് എയറേഷന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. പ്രോപ്പ് റൂട്ട്, ബനിയൻ ഫോർ സപ്പോർട്ട്. സ്റ്റീൽ റൂട്ടിൽ മെയ്സ് ആണ് വരുന്നത്. അത് ഫ്രം ലോവർ നോട്ട്സിൽ നിന്നാണ് അറൈസ് ചെയ്യുന്നത്, സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. ബട്രസ് റൂട്ട്, ബോംബാക്സ് ഫോർ സ്റ്റെബിലിറ്റി. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. പ്രോപ്പ് റൂട്ട്. പ്രോപ്പ് റൂട്ട് സപ്പോർട്ട് ഹൊറിസോണ്ടൽ ബ്രാഞ്ചസ്. ബനിയൻ ട്രീയിലൊക്കെ സ്റ്റീൽ റൂട്ട് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെം ബേസിൽ നിന്നാണ് അറൈസ് ചെയ്യുന്നത്. ന്യൂമാറ്റോഫോഴ്സ് റൂട്ടിൽ നിന്നും മുകളിലോട്ട് ഉയർന്നു വരുന്ന നെഗറ്റീവ്ലി ജിയോട്രോഫിക് ആയിട്ട് കാണുന്ന റൂട്ട്സ് ആണ് ന്യൂമാറ്റോഫോർ എന്ന് പറയുന്നത്. ക്ലൈംബിംഗ് റൂട്ട് അറ്റാച്ച് ടു സർഫസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രോപ്പ് റൂട്ട്. സിക്സ്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഷൂട്ട് സിസ്റ്റത്തിൽ സ്റ്റെം, ലീവ്സ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട് ഇതെല്ലാം കൂടിയതാണ് എന്ത്? ഷൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ സെവൻത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. നമുക്കറിയാം സ്റ്റെം വാട്ടർ, മിനറൽസ്, ഫുഡ് കണ്ടക്ട് ചെയ്യാനാണ് മെയിൻ പർപ്പസ് അതിൻ്റെ. അതുപോലെ തന്നെ ചില സ്റ്റെംസ് മോഡിഫിക്കേഷൻ നടന്നിട്ട് ഫുഡ്, വാട്ടർ സ്റ്റോറേജിന് വേണ്ടിയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, റൈസോം ആണ്. അതായത് അണ്ടർഗ്രൗണ്ട് മോഡിഫിക്കേഷൻ ഓഫ് സ്റ്റെം ഫോർ പെർനേഷൻ വരുന്നത് ഓപ്ഷൻ എ റൈസോം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നയൻത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ആൾട്ടർനേറ്റ് ആണ്. അതായത് സിംഗിൾ ലീഫ് അറേസ് അറ്റ് ഈച്ച് നോഡ്, ഒരു നോഡിൽ നിന്നും ഒരു സിംഗിൾ ലീവ്സ് ആൾട്ടർനേറ്റ് ആയിട്ട് അറേസ് ചെയ്യുന്നതാണ് ആൾട്ടർനേറ്റ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ആൾട്ടർനേറ്റ് ഈക്വൽ ടു 1 ലീഫ് പെർ നോഡ് ഇൻ എ സ്പൈറൽ. ഓപ്പോസിറ്റ് ആണെങ്കിൽ ടു ലീവ്സ് ഉണ്ടായിരിക്കും ഒരു നോഡിൽ നിന്ന്. വേൾഡ് ആണെങ്കിൽ 3യോ അതിൽ കൂടുതലോ ലീവ്സ് ഒറ്റ നോഡിൽ നിന്നും അറേസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എക്സാമ്പിൾസും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. പ്രധാനപ്പെട്ട SCERT NCERTയിൽ പറയുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണോ എന്ന് നോട്ട് ചെയ്ത് വെക്കാം. 10th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. അതായത് മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. ലീഫ് മോഡിഫിക്കേഷൻ വിത്ത് എക്സാമ്പിൾ. ആൻസർ ടെൻഡ്രിൽസ് ഗ്ലോറിയോസയിൽ കാണപ്പെടുന്നുണ്ട്. സ്പൈൻസ് ഒപ്പൻഷ്യ. പിച്ചർ നമുക്കറിയാം, പിച്ചർ പ്ലാന്റ് നെപ്പന്തസ്. ഫില്ലോഡ് അക്കേഷ്യ. ഓക്കെ, ബാക്കി ഇതാണ് ഇതിൻ്റെ ഓർഡറായിട്ട് വരുന്നത്. 11th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. എ കംപ്ലീറ്റ് ഫ്ലവറിന് ഫോർ വോൾസ് കാണപ്പെടുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ യൂണിസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ ആൻഡ്രീഷ്യം, ഒന്നില്ലെങ്കിൽ ആൻഡ്രീഷ്യം അല്ലെങ്കിൽ ഗൈനീഷ്യം ആയിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ 4 വോൾസ് എന്ന് പറയുന്നത് കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. ഇത് നാലും കൂടി ചേർന്നതാണ് കംപ്ലീറ്റ് ഫ്ലവർ. യൂണിസെക്ഷൽ ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ മെയിൽ പാർട്ടായിരിക്കും അല്ലെങ്കിൽ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടായിരിക്കും ഉണ്ടായിരിക്കുക. 12th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓവറി ഈസ് സുപ്പീരിയർ. ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് പറയുന്നത് ഓവറി സുപ്പീരിയർ ആയിരിക്കും. ഹൈപ്പോഗൈനി എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ ഓവറിയാണ്. പെരിഗൈനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാഫ് ഇൻഫീരിയർ കണ്ടീഷൻ ആയിരിക്കും. ഒരു സെൻട്രലിലായിരിക്കും ഓവറി കാണുന്നത്. എപ്പിഗൈനി എന്ന് പറയുന്നത് ഇൻഫീരിയർ ഓവറി ആയിരിക്കും കാണപ്പെടുന്നത്. ദെൻ 30th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ട്വിസ്റ്റഡ് ആണ്. കോട്ടൺ ഫ്ലവറിൽ കാണപ്പെടുന്ന ആസ്റ്റിവേഷൻ ട്വിസ്റ്റഡ് ആണ്. ട്വിസ്റ്റഡ് ആസ്റ്റിവേഷൻ 1 പെറ്റൽ ഓവർലാപ്പിംഗ്. നെക്സ്റ്റ് കോട്ടൺ, ചൈന റോസ് ഒക്കെ എക്സാമ്പിൾ ആണ്. വാൾവെയ്റ്റ് എഡ്ജസ് ജസ്റ്റ് ടച്ച് ചെയ്തിരിക്കുന്ന ടൈപ്പ് ഓഫ് ആസ്റ്റിവേഷൻ ആണ് വാൾവെയ്റ്റ് എന്ന് പറയുന്നത്. ഇംബ്രിക്കേറ്റ് ഇറഗുലർ ആയിട്ടുള്ള ഓവർലാപ്പിംഗ് ആയിരിക്കും. കറക്റ്റ് ഒരു പാറ്റേൺ ഉണ്ടായിരിക്കില്ല ഇവരുടെ പെറ്റൽസിൻ്റെ ഓവർലാപ്പിങ്ങിന്. വെക്സിലറി എന്ന് പറയുന്നത് പി ഫാമിലിയിൽ കാണപ്പെടുന്നതാണ്. നമുക്കറിയാം അതൊരു 5 പെറ്റൽസ് ഉണ്ടായിരിക്കും. അതൊരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടായിരിക്കും കാണപ്പെടുന്നത്. പയറിൻ്റെ പൂവിലൊക്കെ കാണപ്പെടുന്ന ആസ്റ്റിവേഷനാണ് വെക്സിലറി എന്ന് പറയുന്നത്. ഓക്കെ, 14th ആൻസർ ഓപ്ഷൻ എ ആണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്.
നമുക്കറിയാം റെസിമോസിൻ്റെയും സൈമോസിൻ്റെയും ബേസിക് ആയിട്ടുള്ള ഫാക്റ്റാണത്. റെസിമോസ് ആണെങ്കിൽ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. സൈമോസ് ഉണ്ടെങ്കിൽ അറ്റത്തായിരിക്കും ഫ്ലവർ ആദ്യം ഫോം ചെയ്യുന്നത്. ഈ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും മെയിൻ ആക്സിസിന് ഉണ്ടായിരിക്കുക. റെസിമോസ് മെയിൻ ആക്സിസ് ഗ്രോസ് കണ്ടിന്യൂസ്ലി, ഫ്ലവർ ബോൺ ലാറ്ററലി. സൈമോസ് മെയിൻ ആക്സിസ് എൻഡ്സ് ഇൻ എ ഫ്ലവർ. ഓക്കെ, 15th ആൻസർ നോട്ട് എ റെസിമോസ് ഇൻഫ്ലോറസൻസ് എന്നാണ്. രണ്ട് റെസിമോസിലും സൈമോസിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ഉണ്ട്. ഇതിൽ റെസിമോസിലല്ലാതെ വരുന്നതാണ് ഓപ്ഷൻ സി സൈം. സൈമോസ് ടൈപ്പാണ്. ബാക്കി സ്പൈക്ക്, അമ്പൽ, ക്യാപിറ്റുലം ഒക്കെ റെസിമോസിൽ കാണപ്പെടുന്ന റെസിമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ആണ്. ദെൻ 16th ആൻസർ ഓപ്ഷൻ എ ആണ്, യൂഫോർബിയ. സയാത്തിയം ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് കാണപ്പെടുന്നത് യൂഫോർബിയയിലാണ്. സയാത്തിയം സിംഗിൾ ഫീമെയിൽ ഫ്ലവർ സറൗണ്ടഡ് ബൈ എ മെയിൽ ഫ്ലവർ. ഒരു കപ്പ് ഷേപ്ഡ് സ്ട്രക്ചറിൽ ഒരു വലിയ സിംഗിൾ ഫീമെയിൽ ഫ്ലവർ ഉണ്ടായിരിക്കും, ചുറ്റുമായിട്ട് മെയിൽ ഫ്ലവേഴ്സ് സറൗണ്ട് ചെയ്തിട്ട് കാണപ്പെടുന്നുണ്ട്. സൺഫ്ലവറിൽ കാണപ്പെടുന്ന ഇൻഫ്ലോറസൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ക്യാപിറ്റുലമാണ്. മെയ്സിലാണെങ്കിൽ സ്പൈക്ലെറ്റ് ആണ് കാണപ്പെടുന്നത്. ഓക്കെ, 17th ആൻസർ ഓപ്ഷൻ ബി ക്യാപിറ്റുലം. നമ്മളിപ്പോൾ പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ്. സൺഫ്ലവറിൽ കാണുന്ന ഇൻഫ്ലോറസൻസ് ക്യാപിറ്റുലമാണ്. ക്യാപിറ്റുലം സിസിൽ ഫ്ലവേഴ്സ് ഓൺ ഫ്ലാറ്റൻ റിസെപ്റ്റക്കിൾ. സ്പൈക്ലെറ്റ്സ് ഗ്രാസിലൊക്കെ കാണപ്പെടുന്നുണ്ട്, മെയ്സിൽ ഒക്കെ കാണുന്നത് സ്പൈക്ലെറ്റ് ആണ്. അമ്പലാണെങ്കിൽ കൊറിയാൻഡറിൽ കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് അമ്പൽ ഇൻഫ്ലോറസൻസ് ആണ്. 18th ആൻസർ ഓപ്ഷൻ എ ആണ്, കാരിയോപ്സിസ്. ബൊട്ടാണിക്കൽ ടേം ഫോർ ദ ഫ്രൂട്ട് ഓഫ് വീറ്റ്. വീറ്റിൻ്റെ ഫ്രൂട്ട് അറിയപ്പെടുന്നത് കാരിയോപ്സിസ് എന്നാണ്. കാരിയോപ്സിസ് ഒരു ഡ്രൈ ഫ്രൂട്ടാണ്. വൺ സീഡഡ് ഫ്രൂട്ട് വിത്ത് സീഡ് കോട്ട് ഫ്യൂസ്ഡ് ടു പെരികാർപ്പ്. ഡ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഫ്ലഷി മീസോകാർപ്പ് കാണപ്പെടുന്നതാണ് ഡ്രൂപ്പ്. മാംഗോ, കോക്കനട്ടിലൊക്കെ എന്താണ് ഡ്രൂപ്പ് ടൈപ്പാണ്, മാംഗോയും കോക്കനട്ടൊക്കെ. നെട്ടിനാണെങ്കിൽ ഹാർഡായിട്ടുള്ള പെരികാർപ്പായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, 19th ആൻസർ ഓപ്ഷൻ സി ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്, റോങ് ആണ്. ഡ്രൂപ്പ് ഹാസ് എ സ്റ്റോണി എൻഡോകാർപ്പ്. അത് ശരിയാണ്. ഡ്രൂപ്പിന് ഇപ്പോൾ തേങ്ങയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോണി ആയിട്ടുള്ള എൻഡോകാർപ്പ് ആയിരിക്കും. മാംഗോ അല്ലെങ്കിൽ കോക്കനട്ടിലൊക്കെ സ്റ്റോണി എൻഡോകാർപ്പ് ഉണ്ടായിരിക്കും. പക്ഷേ ഡ്രൂപ്പ് ഈസ് എ ഡ്രൈ ഫ്രൂട്ട്. അത് റോങ് ആണ്. ഡ്രൂപ്പ് ഡ്രൈ ഫ്രൂട്ട് അല്ല, ഫ്ലഷി ആയിട്ടുള്ള പെരികാർപ്പാണ് ഇതിന് കാണപ്പെടുന്നത്. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കേസിൽ ഇവർക്ക് ഫ്ലഷി പെരികാർപ്പ് ഉണ്ടായിരിക്കില്ല. ഡ്രൂപ്പ് ഈസ് ഫ്ലഷി വിത്ത് ഹാർഡ് എൻഡോകാർപ്പ്. 20th ആൻസർ ഓപ്ഷൻ ബി ജാക്ക് ഫ്രൂട്ടാണ്. മൾട്ടിപ്പിൾ ഫ്രൂട്ടിന് ഒരു ഇൻഫ്ലോറസൻസ് തന്നെ ഒരൊറ്റ ഫ്രൂട്ടായിട്ട് മാറുന്ന കണ്ടീഷനാണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് ജാക്ക് ഫ്രൂട്ട്. ജാക്ക് ഫ്രൂട്ടിൻ്റെ ഒരു ഇൻഫ്ലോറസൻസിൽ നിന്നാണ് നമ്മൾ കാണുന്ന ആ ജാക്ക് ഫ്രൂട്ട് ഫോം ചെയ്യപ്പെടുന്നത്. മൾട്ടിപ്പിൾ ഫ്രൂട്ട് ഡെവലപ്പ് ഫ്രം എൻറ്റയർ ഇൻഫ്ലോറസൻസ്, ജാക്ക് ഫ്രൂട്ട്, പൈനാപ്പിൾ. മാംഗോ ഫ്രം സിംഗിൾ ഓവറി. ആപ്പിൾ ആണെങ്കിൽ അത് ഫാൾസ് ഫ്രൂട്ടാണ്. ആപ്പിൾ എന്ന് പറയുന്നത് ഫാൾസ് ഫ്രൂട്ടാണ്. ഓവറിയിൽ നിന്നല്ലാതെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും ഫ്ലവറിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും രൂപം കൊള്ളുന്ന ഫ്രൂട്ടാണ് നമ്മൾ ഫാൾസ് ഫ്രൂട്ട് എന്നറിയപ്പെടുന്നത്. 21th ആൻസർ അഗ്രിഗേറ്റ് ഫ്രൂട്ട് ഡെവലപ്പ് ഫ്രം എ സിംഗിൾ ഫ്ലവർ വിത്ത് മൾട്ടി കാർപ്പിലറി അപ്പോകാർപ്പസ് ഓവറി. ഫ്രീ ആയിട്ടുള്ള അപ്പോകാർപ്പസ് ആയിട്ടുള്ള ഓവറിയിൽ നിന്ന് മൾട്ടി കാർപ്പിലറി അപ്പോകാർപ്പസ് ഓവറി ആയിരിക്കണം അഗ്രിഗേറ്റ് ഫ്രൂട്ട്. സീതപ്പഴത്തിലൊക്കെ കാണുന്ന ടൈപ്പ് ഇതായിരിക്കും. ഈച്ച് കാർപ്പൽ ഫോം എ സ്മോൾ ഫ്രൂട്ട്ലെറ്റ്. ഇതിൽ ഓരോ കാർപ്പൽസും ഓരോ ഫ്രൂട്ട്ലെറ്റ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. മൾട്ടിപ്പിൾ ഫ്രൂട്ടാണെങ്കിൽ മെനി ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും. മോണോ കാർപ്പിലറി സിമ്പിൾ ഫ്രൂട്ടായിട്ടായിരിക്കും, ഒറ്റ ഫ്രൂട്ടായിട്ടായിരിക്കും രൂപം കൊള്ളുന്നത്. അപ്പോൾ അഗ്രിഗേറ്റ് ഫ്രൂട്ടിൻ്റെ മെയിൻ കണ്ടീഷനാണ് മൾട്ടി കാർപ്പിലറി ആയിരിക്കണം, അപ്പോകാർപ്പസ് ആയിരിക്കണം. ഓക്കെ, അതിൽ ഓരോ കാർപ്പൽസും ഫ്രൂട്ടായിട്ട് മാറിയിട്ട് അതൊരു എൻറ്റയർ ഫ്രൂട്ടായിട്ട് മാറുന്നതാണ് അഗ്രിഗേറ്റ് ഫ്രൂട്ട്. സീതപ്പഴം, സ്ട്രോബെറിയിലൊക്കെ ഈ ഒരു കണ്ടീഷനാണ് കാണുന്നത്. 22nd ആൻസർ
ഓപ്ഷൻ എ ആണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം മോണോകോട്ടിലാണെങ്കിൽ 1 കോട്ടിലിഡോൺ ആണ്, ഡൈകോട്ടിൽ 2 കോട്ടിലിഡോൺസ് കാണപ്പെടുന്നുണ്ട്. എക്സാമ്പിൾ റൈസ്, മെയ്സ് ഒക്കെ മോണോകോട്ട്സ് ആണ്. പിന്നെ നമുക്കറിയാം ഡൈക്കോട്ട്, ബീൻസ് ഇവിടെ ജസ്റ്റ് എക്സാമ്പിൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2 കോട്ടിലിഡോൺ ഉള്ളതും ഡിഫറൻസ് എല്ലാതും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. 23യുടെ ആൻസർ ദ സ്കാർ ഓൺ എ സീഡ് കോട്ട് വേർ ദ സീഡ് വാസ് അറ്റാച്ച്ഡ് ടു ദ ഓവറി വാൾ ഹൈലമാണ്. ഓക്കെ, ഹൈലം ദ പോയിൻ്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ മൈക്രോപൈൽ എന്ന് പറയുന്നത് സ്മോൾ പോറാണ്. ഇതിനുള്ളിൽ കാണുന്ന ചെറിയൊരു ഓപ്പണിംഗ് ആണ് മൈക്രോപൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ചലാസ ആണെങ്കിൽ മൈക്രോപൈലിന് ഓപ്പോസിറ്റായിട്ട് കാണപ്പെടുന്ന ആ റീജിയനാണ് ചലാസൽ എൻഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ചലാസ. ടെഗ്മെൻ്റ് ആണെങ്കിലോ സീഡ് കോട്ട് ലെയർ ആണ്. ഇതിൻ്റെ സീഡിൻ്റെ ഒരു കോട്ടാണ് ടെഗ്മെൻ. 24ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ന്യൂമാറ്റോഫോർ. ഗ്യാസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള മോഡിഫിക്കേഷൻ ആണ്, റൂട്ട് മോഡിഫിക്കേഷൻ ആണ് ന്യൂമാറ്റോഫോർ. മാംഗ്രൂവ്സിലൊക്കെ കാണപ്പെടുന്നുണ്ട്. ഇത് റെസ്പിറേഷന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. 25ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ബൾബ് എന്ന് പറയുന്നത് ഒണിയനിലൊക്കെ കാണുന്ന ബൾബ് ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് സ്റ്റെം. ബൾബ് കൺസിസ്റ്റ് ഓഫ് ഫ്ലഷി ലീവ്സ്. Bulb, onion, underground stem with a fleshy leaf scale. Some stems store food, leaves act as storage. 26ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഒപ്പൻഷ്യ. ഫില്ലോക്ലാഡിന് എക്സാമ്പിൾ ഒപ്പൻഷ്യ ആണ്. ഫില്ലോക്ലാഡ് ആർ ഫോട്ടോസിന്തറ്റിക് സ്റ്റെം റിപ്ലേസിങ് ലീവ്സ്. ഒപ്പൻഷ്യ കാക്ടസിലൊക്കെ കാണപ്പെടുന്ന ഫ്ലഷി ആയിട്ടുള്ള ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള സ്റ്റെം മോഡിഫിക്കേഷനാണ് ഫില്ലോക്ലാഡ്. 27ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഇംബ്രിക്കേറ്റ്. വെൻ ദ മാർജിൻ ഓഫ് പെറ്റൽസ് ആൻഡ് സെപ്പൽ ഓവർലാപ്പ് ബട്ട് നോട്ട് ഇൻ എനി പെർട്ടിക്കുലർ ഡയറക്ഷൻ. ഒരു പ്രത്യേക പാറ്റേൺ ഇല്ലാതെ, ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ ഇല്ലാതെ പരസ്പരം ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന ആസ്റ്റിവേഷൻ എക്സാമ്പിൾ, അതല്ലെങ്കിൽ ആ ഒരു ആസ്റ്റിവേഷൻ അറിയപ്പെടുന്നത് ഇംബ്രിക്കേറ്റ് എന്നാണ്. ഇംബ്രിക്കേറ്റ് ഇറഗുലർ ഓവർലാപ്പാണ്. വാൾവെയ്റ്റ് ആണെങ്കിൽ എഡ്ജസ് ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, പരസ്പരം ഓവർലാപ്പിംഗ് ഉണ്ടായിരിക്കില്ല. ട്വിസ്റ്റഡ് ആണെങ്കിൽ 1 എഡ്ജ് ഇൻ 1 ഔട്ട്, ഒരെണ്ണം ഉള്ളിലും ഒരെണ്ണം പുറത്തായിട്ട് കൃത്യമായ പാറ്റേണോട് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ട്വിസ്റ്റഡ് എന്നറിയപ്പെടുന്നത്. വെക്സിലറി, പി ഫാമിലി അല്ലെങ്കിൽ പാപ്പിലോണിഷ്യസ് ഫ്ലവേഴ്സിലൊക്കെയാണ് വെക്സിലറി ആസ്റ്റിവേഷൻ കാണപ്പെടുന്നത്. വെക്സിലറിയിൽ സ്റ്റാൻഡേർഡ് പെറ്റൽ, വിങ് പെറ്റൽ, കീൽ പെറ്റലൊക്കെ കാണപ്പെടുന്നുണ്ട്. പയറിൻ്റെ പൂവിലൊക്കെ കാണപ്പെടുന്ന ആസ്റ്റിവേഷൻ. 28 ഓപ്ഷൻ എ ആണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇൻ ഹൈപ്പാന്തോഡിയം ദ ഓവറി ഈസ് ഇൻഫീരിയർ. ഫൈക്കസ് ഹാസ് ഹൈപ്പാന്തോഡിയം ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ്. അപ്പോൾ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസിൽ വരുന്ന കാര്യങ്ങൾ കൃത്യമായി അതിൻ്റെ എക്സാമ്പിളും അതിൻ്റെ ഫീച്ചറും നോക്കി വെക്കണം. നമ്മൾ മുമ്പ് സയാത്തിയത്തിൻ്റെ ഒരു ക്വസ്റ്റ്യനും കണ്ടല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് ഫൈക്കസിൽ കാണുന്ന ഹൈപ്പാന്തോഡിയത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ഹോളോ റിസെപ്റ്റക്കിൾ വിത്ത് ഫ്ലവർ ഇൻസൈഡ് ഓവറി ഈസ് ഇൻഫീരിയർ. 29ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ബേസിലാണ്. വിച്ച് ടൈപ്പ് ഓഫ് പ്ലാസൻറ്റേഷൻ ഈസ് സീൻ ഇൻ സൺഫ്ലവർ? ബേസൽ പ്ലാസൻറ്റേഷൻ ആണ്. സൺഫ്ലവർ ആസ്ട്രേസിയെ ഫാമിലിയിലാണ് വരുന്നത്. കമ്പോസിറ്റെ. ഹാസ് ബേസൽ പ്ലാസൻറ്റേഷൻ, ഒവ്യൂൾ അറ്റ് ബേസ് ഓഫ് ഓവറി. 30യുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് കറക്റ്റ്ലി മാക്സ്ഡ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കൊടുത്തിരിക്കുന്നതിൽ ഫ്രൂട്ട് ടൈപ്പാണ്, അതിലെല്ലാതും കറക്റ്റാണ്. മെയ്സിൽ കാരിയോപ്സിസ് ആണ്. കോക്കനട്ട് ഡ്രൂപ്പാണ്. പി ആണെങ്കിൽ ലെഗ്യൂം ടൈപ്പ് ഓഫ് ഫ്രൂട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ എക്സാമ്പിൾസ് എല്ലാം. അപ്പോൾ ഇതെല്ലാം കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്കോറൊക്കെ കണ്ടെത്തിയിട്ടുണ്ടാവും. നിങ്ങളുടെ സ്കോർ താഴെ കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. താങ്ക്